അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഷാഹി പനീർ മട്ടർ മസാലയാണ്. ഇത് നമുക്ക് ഇതെല്ലാം പാചകം ചെയ്ത് തരുന്നത് മലയാളിയൊന്നുമല്ല കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യക്കാരിയാണ്. നമുക്ക് ഇനി നേരെ പാചകത്തിലേക്ക് പോകാം. ശരിക്കും നമ്മുടെയൊക്കെ മരുമകൾ എന്ന് പറയാം, ജിക്സി വിൽസൺ എന്നാണ് നമ്മുടെ ഷെഫിന്റെ പേര്. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷാഹി പനീർ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഷാഹി പനീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ട ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യം 1 ലിറ്റർ പാല് ഓൾറെഡി വെച്ചിട്ടുണ്ട് അല്ലേ? പാലിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് ആദ്യം നമുക്ക് തീ കത്തിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത് 2 കവർ പാലല്ലോ, 2 ഒഴിക്കട്ടോ. അങ്ങനെ വേറെ എന്തൊക്കെയാണ് വേണ്ടേ? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടേ? ഇത് തിളച്ച് കഴിയുമ്പോൾ നാരങ്ങ നീര് അത് മാത്രം മതി. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാധാ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് കഴുകും, നീരിന്റെ ടേസ്റ്റ് വരാതിരിക്കാൻ, നാരങ്ങ നീരിന്റെ ടേസ്റ്റ് വരാതിരിക്കാൻ. പ്രശ്നമില്ല, മീൻസ് ആ പനീരുടെ ആ ടേസ്റ്റ് വരത്തില്ല. അതിനുശേഷം പിന്നെ എന്തൊക്കെയാ ചേർക്കുന്നത്? അത് കഴിഞ്ഞിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഡ്രൈ മസാലകളുണ്ട്. നമ്മുടെ മസാല കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ട് വെച്ചിരിക്കുകയല്ലയോ? ഇപ്പം ഉപ്പുണ്ട്, മുളകുണ്ട്, ഇത് മല്ലിപ്പൊടിയാണ്, ഇത് കടുകാണ്, ഇത് ചെറിയ ജീരകം, മഞ്ഞപ്പൊടി എല്ലാം. അപ്പം ഇതൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ശരിക്കും നാട് എവിടെ? ശരിക്കും ഗുജറാത്ത്. അപ്പൊ ശരിക്കും മലയാളത്തിന്റെ മരുമകളായി ഗുജറാത്തിൽ. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 2 വർഷം. 2 വർഷമായി. അവിടെ കുക്കിംഗുമായിട്ട് എല്ലാം ആരേത് പഠിപ്പിച്ചു തരാം? മമ്മിയും പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ മദറിനിലോ കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. പാചകത്തോട് ഭയങ്കര ക്രേസ് ആണോ? വിൽസൺ സഹായിക്കാറുണ്ടോ പാചകത്തിലേക്ക്? പപ്പ ഉള്ളപ്പം ചെയ്തിട്ടുണ്ട്. പപ്പ നല്ലൊരു കുക്കായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ അമ്മയും ഒക്കെ എല്ലാവരും വീട്ടിലാണല്ലോ, പുറത്തുള്ളത് ഉണ്ടാക്കി കൊടുക്കാറില്ലല്ലോ. അപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണോ ഈ? അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പാലൊക്കെ നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇത് മൂടി വെക്കണോ? വേണ്ട, ഞാൻ തുറന്നു തന്നെ വെച്ചാൽ മതി. അപ്പൊ എന്തായാലും നമ്മള് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പാലൊന്ന് തിളക്കുന്ന താമസമേ ഉള്ളൂ. അവിടെ പാല് തണ്ടൊക്കെ തിളച്ചു വരുമല്ലേ? ശരി, തിളച്ച് പൊങ്ങണോ? പതയൊക്കെ ഈ പാലേജിന് തിളച്ച് തൂന്ന് പോലെ തൂവിയൊന്നും വേണ്ടല്ലോ, ഒന്നും വേണ്ട, തിളച്ച് പൊങ്ങി വരണം അല്ലേ? അപ്പൊ ഏകദേശം പാലേജിന് തിളച്ച് വരുന്നുണ്ട്. പതയൊക്കെ ആയി വരുന്നുണ്ട്. വരട്ടെ, കയറി വരട്ടെ. അപ്പൊ ഓഫ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. പിന്നെ ഉടനെ നാരങ്ങ നീര് ഇടുമ്പോ അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓ ശരി, ഞാൻ ശരിക്കും നാരങ്ങ നീര് ഒഴിക്കുന്നത് എന്തിനാ? ഇത് പിരിയാൻ വേണ്ടിട്ട്, പാല് പിരിയാൻ വേണ്ടിട്ട്, അപ്പോഴേ അത് പനീരാവത്തുള്ളൂ. ഇത് നമുക്ക് ഈ കളറൊക്കെ ആക്കാൻ പറ്റുമോ? വൈറ്റ് കളർ അല്ലാതെ എന്തെങ്കിലും കളർ ചേഞ്ച് ഒക്കെ? നമുക്ക് ഇതിനകത്ത് മസാലകൾ ഇടാൻ പറ്റും. ഈ ഉലുവയുടെ ഇല, ഹിന്ദിയിൽ മേത്തി എന്ന് പറയും, മേത്തിയുടെ ഇല, അത് നമുക്ക് ഇടാൻ പറ്റും ഫ്ലേവറിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മല്ലിയില, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഫ്ലേവേഴ്സിന് വേണ്ടി ഇടാൻ പറ്റും. ഈ മഞ്ഞപ്പൊടിയൊക്കെ? അതെ, മഞ്ഞപ്പൊടി, അതെ, ഇടാൻ പറ്റും. അത് ഈ സ്റ്റേജിൽ ഇടണം. ഓ അത് ശരി. ഇപ്പോഴാണ് ശരിക്കും അതിന്റെ കളറെല്ലാം പിടിച്ചു വരുന്ന സമയം. ഇനിയാണ് ഇതിന് ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അതൊരു നല്ല ഒരു പണിയാണ്. ഇത് എത്ര സമയം ഇങ്ങനെ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ജസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ വെള്ളം വിട്ടു പോകുന്ന കാണാമല്ലോ, അത്ര വരെ. ഇനി നമുക്ക് അങ്ങ് എടുക്കാം. അതിലേക്ക് ഒഴിക്കും. ഞാൻ ഒഴിച്ചു തരട്ടെ? അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഈ അരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഈ തേങ്ങാപ്പാലൊക്കെ നമ്മൾ പിഴിയുമല്ലോ, അതിന് ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സാധാ വെള്ളം ഒഴിക്കും, അപ്പോൾ ആ നാരങ്ങ നീരിന്റെ ടേസ്റ്റ് പോകാൻ. അതെ, ഇത് ശരിക്കും തണുക്കാൻ വേണ്ടിയും ഒക്കെയാണോ ഈ വെള്ളം ഒഴിക്കുന്നത്? അതെ, ആ നാരങ്ങയുടെ ടേസ്റ്റ് പോകാൻ തണുത്തം കിട്ടുമല്ലേ? അതെ, മതി. ഓക്കെ, ആ വെള്ളം ഫുള്ള് നമുക്ക്
കളയണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്രഥമന് ഈ പാല് പിടിച്ച ഇതുപോലെ ചെയ്യുന്നത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടില് പ്രഥമനൊന്നും ഇല്ലല്ലേ? ഇല്ല. കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റാണോ? മതിയോ? ഇത് നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നേ? ഇനി ഇത് ഒരു വെയിറ്റ് വെച്ചിട്ട് അത് കുറച്ചും കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതെ ഇതുപോലെ കുറച്ചും കൂടെ വെയിറ്റ് വെക്കുമ്പോൾ അതിനകത്തുള്ള ഫുൾ വെള്ളം പോകും. എവിടെ വെക്കും നമ്മൾ ഈ പാത്രത്തിന്? അതിന്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് ആയിട്ട് വെച്ചാൽ മതി. അത് ഏതെങ്കിലും പാത്രത്തിനകത്ത് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു വെയിറ്റ് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് കളയാം. പാത്രത്തിൽ വെക്കാം അല്ലേ? ഇങ്ങനെ ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തണം. സ്പ്രെഡ് ചെയ്ത് പിന്നെ ഇത് വെച്ചാൽ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ വെള്ളം പോകും. ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിലേ ഇതിന്റെ പുറത്ത് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റിന് വേണ്ടി ഇവിടെ നമുക്ക് ഈ ഒരു പാത്രം കൂടെ വെള്ളം എടുത്ത് വെച്ചേക്കാം. ഇത് വെയിറ്റ് വെള്ളം നമ്മൾ ഇതിന്റെ ഈ വെള്ളം ഒന്ന് വാർന്നു പോകാൻ എത്ര സമയം എടുക്കും? ഒരു 5-10 മിനിറ്റ്. 5-10 മിനിറ്റ് നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്തായാലും ആ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്താ കട്ട് ചെയ്ത് നല്ല നമ്മുടെ ചതുര കട്ടയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കും. ഷാഹി പനീറിനുള്ള ഗ്രേവി ഉണ്ടാക്കും. ആദ്യം എണ്ണ ഇടും. എണ്ണ നല്ല അടിപൊളി കുപ്പ കേട്ടോ. ഇത് കൊള്ളാൻ രസമുണ്ട്. ഇത് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നതാണോ? ഞങ്ങളെ ഇവിടെ ഇല്ലെന്ന് ഒഴിക്കട്ടെ. പിന്നെ എണ്ണ അടിച്ചിട്ടോ? എണ്ണ ആക്ച്വലി പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ആവശ്യത്തിന് എണ്ണ പറയണേ. മതി മതി മതി. അതിന് പിന്നെ അതിനുശേഷം എന്താ നമ്മൾ ഇതിൽ ചേർക്കുന്നേ? ഒന്നുമില്ല, ഡയറക്റ്റ് അത് ജസ്റ്റ് ഒന്ന് ഇത് എണ്ണ ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ പനീർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്. അത് കേട്ടെ, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടമുള്ള നാട് ഏതാ കേരളത്തിൽ? ആവണിശ്വരം തന്നെ. എണ്ണ ചൂടായി ചെറുതായിട്ട് ഇത് അതിലിട്ട് കൊടുക്കാം. ഞാൻ പിടിച്ചുതരാം. ഇട്ടു. ഇത് ഫ്രൈ ചെയ്തെടുക്കും അല്ലയോ? നമ്മൾ ആ പാലിനകത്ത് ശരിക്കും പറഞ്ഞാൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അത് കട്ടി അത് പരത്തിയെടുത്ത സാധനമാണ് ഇപ്പം തന്നെ ഈ രൂപത്തിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അല്ലയോ? ഇനി നമ്മൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇത് എന്തിനാ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്? ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി. ഇത് ഫ്രൈ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ്. പക്ഷെ നമ്മൾ ഈ എണ്ണ കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാതെ ചെയ്യാൻ പറ്റും. എത്ര സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി? 2-3 മിനിറ്റ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും അങ്ങ് എടുക്കാം. ഇതിന്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ ഫ്രൈ ആവണം. ജസ്റ്റ് ഇടയ്ക്ക് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതല്ലാതെ ഉടഞ്ഞു പോകത്തൊന്നുമില്ല. ഇല്ല. അത്രയ്ക്ക് നല്ല കട്ടിയായിട്ട് ഇരിക്കുക. ഈ മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ആരാ മലയാളമൊക്കെ പഠിപ്പിച്ചേ? വീട്ടിൽ മലയാളമാണ് പറയുന്നത്. ഗുജറാത്തിലാണെങ്കിലും വീട്ടിൽ മലയാളം പറഞ്ഞോണ്ട്. പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാലേ ഈ മലയാളികൾ നമ്മളിപ്പം പറയും ഈ പഴം വഴി എന്നൊക്കെ പറയുമ്പം ചില ആൾക്കൊന്നും ഈ നാക്ക് അങ്ങനെ പ്രശ്നം വല്ലതും പഴം എന്നൊക്കെ പറയോ? പഴം. അത് കൊള്ളാം. ഈ കുക്കിംഗ് അല്ലാതെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ടോ? അമ്മമാർ ചെയ്യുന്ന കണ്ടു പഠിച്ചത്. ഇത് പിന്നെ നമുക്ക് കുറച്ചുകൂടി പരന്ന നമ്മുടെ ചട്ടും പോലെ സാധനം ഉണ്ടെങ്കിൽ ഇളക്കിടാനൊക്കെ സൗകര്യം. ഇതൊക്കെ നിങ്ങളുടെ എല്ലാ ഫെസ്റ്റിവലിനും ഇത് ഉണ്ടാക്കൂലേ? ഒരു പ്രധാന കല്യാണത്തിനൊക്കെ ഇതൊരു മെയിൻ ഡിഷാണ്. നമ്മള് അവിടെ നമ്മുടെ ഇവിടുത്തെ കണക്ക് കാറ്ററിംഗ് സർവീസ് അതോ നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകം ഉണ്ടാക്കുന്നതാണ് ഗസ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി? അതല്ല, കാറ്ററിംഗ് സർവീസിലും ഉണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. വലിയ തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും. അവിടെ കൂടുതൽ ഈ വെജിറ്റേറിയൻ ഫുഡുകൾ അല്ലയോ? അപ്പൊ അവരെല്ലാവരും ഇതൊരു പ്രധാന വിഭവമാണ്. നമ്മുടെ മലയാളി സദ്യക്കകത്ത് പ്രഥമൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭവമാണ്. ഇത് നമ്മൾ ശരിക്കും എത്ര സമയം എടുക്കും ഇതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ട്? കറിയോ? ഒരു കൂടിപ്പോയി മാക്സിമം 30 മിനിറ്റ്സിന്റെ ഉള്ളിൽ. ഓ അത് ശരി. ഇപ്പൊ വീട്ടിൽ വന്നൊരു ഗസ്റ്റൊക്കെ ഒന്ന് ചായ കൊടുത്ത് റെഡിയാക്കി ഇരുത്തിയിട്ട് നമുക്ക് ഇവിടെ പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കാല്ലേ?
ഇതിങ്ങനെ ഈ ചെറിയ കഷ്ണത്തിലല്ലാതെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നീളത്തിൽ കട്ട് ചെയ്യാം, പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. അത് ശരി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. കുറച്ചുകൂടെ നീളം കൂട്ടിയെടുത്താൽ അതെ അതെ നല്ലതായിരിക്കും. ഇപ്പൊ എന്തായാലും ഇത് റെഡിയായി. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം അല്ലയോ? ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഈ സാധനം ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഈ എണ്ണയിൽ തന്നെ ബാക്കിയുടെ ഐറ്റംസ് ഒക്കെ ഇടും. ഇനി എണ്ണ വേറെ ഒഴിക്കണം? വേണ്ട വേണ്ട. അടുത്ത് എന്താ വേണ്ടേ? കടുക്. നമുക്ക് ആദ്യം കടുക് കിട്ടുന്നു, പൊട്ടിച്ച് നോക്കാം. ഇത്ര മതിയോ? മതി മതി മതി. അടുത്ത് അത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ട് പൊട്ടി കഴിയുമ്പോൾ ജീരകം. ഇത് എണ്ണ കുറവുണ്ടല്ലേ? കുറച്ചും കൂടെ ഇട്ടു. ഇച്ചിരി കുറച്ചും കൂടെ. നിങ്ങൾ അവിടെ കൂടുതൽ ഈ കടുകെണ്ണയല്ലേ യൂസ് ചെയ്യുന്നത്? അതെ, കടുകെണ്ണ യൂസ് ചെയ്യും. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയിലൊക്കെ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമോ നല്ല കുറവോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഈ കടുകെണ്ണ എന്താ ഈ ആളുകൾ തലയൊക്കെ മൂത്രം തേക്കുന്നത്? ഒരു ഭയങ്കര സ്മെല്ലല്ലേ? അത് ഹെൽത്തിന് നല്ലതാ. അതെ അതെ, മുടിക്കും നല്ലതാ, ഹെൽത്തിനും നല്ലതാ. സ്മെല്ല് ഭയങ്കരമാണല്ലേ, വല്ലാത്തൊരു സ്മെല്ലാന്നല്ലേ. ഈ സിക്കാരന്മാരുടെ അടുത്തൊക്കെ ഈ കടുകെണ്ണ ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്കൊരു ശരിക്കും നമുക്ക് അടുത്ത് പോയി നിൽക്കാൻ പോലും തോന്നുന്നത് അതായിരിക്കും. പക്ഷെ അവരുടെ മുടി എനിക്ക് നിങ്ങളെ ലേഡീസിനെക്കാട്ടും ഭയങ്കര നല്ല നീളമുള്ള മുടിയൊക്കെ അല്ലേ. ശരിക്കും നമ്മുടെ കറുകയുടെ ഉണങ്ങിയത് അല്ലേ? കേട്ടോ. അപ്പം തന്നെ ഉള്ളിയും ഇടാം. സവാള ഉള്ളി. ഇത് എത്ര ഉള്ളിയാണ്? ഇത് 3 ഉള്ളി. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ മരമായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടായിരിക്കും, എനിക്ക് അത്ര ഐഡിയ ഇല്ല. കണ്ടുണ്ടോ ഈ ഇലയുടെ മരം? ഇല്ല, അവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോകും. അതെ അതെ. ഇതിന്റെ ഇലയും അതിന്റെ പട്ടയും ഒക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഉള്ളിയെല്ലാം ഒന്ന് സെറ്റ് ആയി. ഈ സമയത്ത് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാം. അപ്പോൾ ഒരുമിച്ച് എല്ലാം ഇഞ്ചിയുടെ എല്ലാം അരച്ച് റെഡിയാക്കി ഇവിടെ വെച്ചേക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു എത്ര മതിയോ? മതി മതി. ഗ്രീൻ പീസ് ഇടാം കേട്ടോ. എന്തായാലും നമ്മുടെ ഗ്രീൻ പീസ് അതിൽ ഇട്ട്. ഇതിന് ഈ ഗ്രീൻ പീസ് പേര് പറഞ്ഞ പച്ച കളറായി ഉണ്ടാകുന്നു. ചുവപ്പ് ആണെങ്കിൽ നമുക്ക് വേറെ പേര് പറഞ്ഞില്ലേ? ഈ ബീൻസ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച്. ഉപ്പുന്ന ഇച്ചിരി മതി മതി. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം. അപ്പൊ ഈ ബീൻസ് എല്ലാം നല്ലപോലെ. അപ്പൊ എന്തായാലും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നമുക്ക് നോക്കാം എന്തായെന്ന്. അപ്പൊ ഇതിനകത്ത് ചെറിയ സ്റ്റീമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് പൊക്കി നോക്കിയാലോ എന്തോന്ന്? ആഹാ, നല്ല മണമൊക്കെ അടിച്ചല്ലേ. നമുക്ക് ഇന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഓക്കെ. ഈ അടുത്ത ചെയ്യുന്നേ ഇനി ടൊമാറ്റോ ഒഴിക്കട്ടോ. ഇത് എത്ര ടൊമാറ്റോ? 2 1 2. ഏകദേശം റെഡിയായി. മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് മഞ്ഞപ്പൊടിയാണോ? അതെ കേട്ടോ. വേണോ? മതി മതി. ഇത് മല്ലിപ്പൊടി കേട്ടോ. മതി മതി മതി. കാശ്മീരി ചില്ലിയില്ല? അതെ 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 കേട്ടോ. നല്ല കളർ കിട്ടും അതുകൊണ്ട്. കുറച്ചുകൂടെ
ഓക്കെ ഫുള്ളുണ്ടോ? ആ ആ ഇട്ടു ആ ഓക്കെ. അപ്പോൾ നമ്മളിനകത്ത് മഞ്ഞപ്പൊടിയും ഈ കാശ്മീരി ചില്ലിയും ഒക്കെ ഇട്ട് ഏതാണ്ടൊരു കുഴഞ്ഞ് പരുവമായി അല്ലയോ? ആ അങ്ങോട്ട് റെഡി ആവട്ടെ. ഇപ്പം മസാല ഏകദേശം നല്ല ഇതാണ്. അടച്ചു വയ്ക്കുമല്ലോ, വേണമൊന്നും വേണ്ട. വേണ്ട, ഈ കുറച്ചും കൂടെ വെള്ളം ഇത് ഇച്ചിരി മസാലകളൊന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഇടും. ഒഴിക്കട്ടോ? അതെ. ഒരു 2 മിനിറ്റിലേക്ക് അടച്ച് ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ റെഡിയായി വന്നു കാണുമല്ലോ. പൊക്കി നോക്കിയാലോ? ആഹാ, അടിപൊളി, നല്ല മണം അടിക്കുന്നല്ലേ. ഇനി നമുക്ക് പനീർ ഇടാം. അപ്പോൾ നമ്മൾ ഈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം അല്ലേ? അതെ. ഇനി പേസ്റ്റ് ഇടും. പേസ്റ്റ് ഓക്കെ. നമ്മുടെ കശുവണ്ടി പേസ്റ്റ് അല്ലേ? അതെ കേട്ടോ? ഫുള്ള് വേണോ? ആ ഫുള്ള് ഇടണം. കുറച്ച് വെള്ളം അതിനകത്തിട്ട് അതിന് വെള്ളം അത് മതി. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് അത് കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് നല്ല കുഴഞ്ഞ് വരാൻ വേണ്ടി അല്ലേ? അതെ. അങ്ങനെ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി എന്താ ഇതിലെന്തെങ്കിലും എന്തൊക്കെ ചേർക്കാനുണ്ടോ? ഇനിയുണ്ട് ഗരം മസാല ലാസ്റ്റിൽ ചെറുതായിട്ട് ചേർക്കും. പിന്നെ മല്ലിയില. ഇത് ഈ ചെറിയ ഒരു സാധനം അത് കസൂരി മേത്തി അത് ഇടും. ഇതിപ്പോ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? ഇതൊരു 4-5 പേർക്ക്. ഇങ്ങനെ കഴിക്കാൻ പറ്റും? അതിനോട് വേറെ എന്തെങ്കിലും? ചപ്പാത്തി, ഫുൾക്ക ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ പൂരി, അതൊക്കെ അതിൻ്റെ കൂടെ നല്ല കഴിക്കാം. ഇനി ജസ്റ്റ് ഒരു ബോയിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് വാങ്ങിയെടുത്ത് ഇത് കൊറിയാണ്ടർ വെച്ച് ഗാർണിഷ് ചെയ്യാൻ. ഇത് മുടി കേട്ടോ? എന്താ ഇത് എത്ര സമയം എടുക്കും? ഒരു 2 മിനിറ്റ്. ഷാഹി പനീർ മട്ടർ മസാല ഏതാണ്ട് റെഡി ആയിരിക്കുമെന്ന് തോന്നുന്നു. തുറന്നു നോക്കട്ടെ. ഓ ശരിക്കും ഇപ്പൊ അല്ലേ വാവ് പറയണ്ടല്ലോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം ചേർക്കാനുള്ള 2 ഐറ്റം കൂടെ വിളിക്കും അല്ലേ? മല്ലിയില ആദ്യം ഇടുന്നേ കേട്ടോ? ചുമ്മാ വാരി ഇട്ട് അല്ലയോ? മൊത്തം വേണോ? മതി ഇത്ര. ഇത് കസൂരി മേത്തി, ഉലുവയുടെ ഇല. ഉലുവ ഫ്രഷ് ആയിട്ട് മേടിച്ച് അത് ഉണക്കി ഇട്ടു. മതി. ഇപ്പൊ നമ്മള് ഈ ഇതിനകത്ത് നമ്മള് ഗ്രീൻ പീസ് ഇട്ടില്ലയോ? ഈ ഗ്രീൻ പീസിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? പാലൊക്കെ ചേർക്കും. ഈ പാലക്ക് ബജ്ജി വെക്കുന്നത് പാലക്കിന്റെ പേസ്റ്റ് നമുക്ക് അങ്ങനെ ചേർക്കാൻ പറ്റും. പിന്നെ ഈ കാജുയുടെ അവിടെ നമുക്ക് റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് തൈര് നമുക്ക് ഇട്ടാൽ അതും നല്ല റിച്ച്നെസ് തരും. ഷാഹി പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിന് പുറത്ത് കുറച്ച് മല്ലിയിലൊക്കെ ചുമ്മാ വാരി അങ്ങ് തരുമല്ലോ. മല്ലിയിലൊക്കെ ഇതിന്റെ പേരെന്നോട് പറ. ഷാഹി പനീർ മട്ടർ മസാല. നമ്മുടെ ഷാഹി പനീർ മട്ടർ മസാല റെഡിയാണ്. ഇനി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടായിരിക്കും അല്ലയോ? നല്ല ചൂടാണല്ലേ? കേട്ടോ? അങ്ങനെയുണ്ട്. ഇത് എരിവൊന്നുമില്ലല്ലേ? നമുക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടാൻ പറ്റുമോ? അതല്ലേ? ഓ ശരി, കുറച്ച് എരിവ് കുറവുണ്ട് അല്ലേ? ബാക്കിയെല്ലാം സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും
കൺഗ്രാജുലേഷൻ. അപ്പോൾ ഈ രുചിയുടെ ലോകത്ത് ഇത്രയും നേരം ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചതും ഇത് ഉണ്ടാക്കി കാണിച്ചതും ഒക്കെ ഈ ഷാഹി പനീർ മട്ടർ മസാലയാണ്. അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എന്തായാലും ഇതുപോലെയുള്ള കിടിലൻ ഐറ്റമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ, ടാറ്റാ.